ആരോട് തിരിച്ചു കൊടുക്കേണ്ട പൈസ ഒന്നും നമ്മൾ ആരോടും വാങ്ങിയിട്ടില്ല. നമ്മൾ വാങ്ങിയത് നല്ല പൊരുത്തപ്പെട്ടു തന്ന ആളുകളാണ്. ആ പൊരുത്തപ്പെട്ടു തന്ന ആളുകൾക്ക് അറിയാം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞത് ചെയ്യും എന്ന് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോ നോളേജ് സിറ്റിക്ക് 125 ഏക്കർ വാങ്ങി ഞങ്ങൾ 3 കൊല്ലമായി തുടങ്ങിയിട്ട് ഇതുവരെ ആളുകൾ ഇങ്ങനെ ചോദിക്കും എവിടെയാ ഉസ്താദേ? അത് ഭൂമിയിലാണെന്ന് മാത്രം പറയും. എന്ത് പറയാലാ? ഇതങ്ങനെ ഇങ്ങോട്ട് ഉള്ള ഭൂമിയാണെങ്കിൽ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കും. കാരണം അൽഹർബു ഖദഅാണല്ലോ പറഞ്ഞത്. അപ്പൊ അതനുസരിച്ച് വാങ്ങി അങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നത് കടം കുറച്ചുകൊണ്ട് നല്ല കടമുണ്ട്. എന്നാലും ശരി, ഉദ്ദേശിച്ച സ്ഥലം ലഭ്യമായതിന് ശേഷം കമ്മിറ്റി യോഗത്തിൽ അത് പറഞ്ഞതോടുകൂടി അത് വെളിച്ചത്തായി. അപ്പോഴേക്കതാ വില കുതിച്ച് കയറി. സുബ്ഹാനല്ലാഹ്, 1 ലക്ഷം രൂപക്ക് വാങ്ങിയ സ്ഥലത്തിന് 5 ലക്ഷം രൂപ വിലയായി. അതിന്റെ തൊട്ടടുത്ത് 10,000-ന് വാങ്ങിയതിന് 1 ലക്ഷവും 2 ലക്ഷവും വിലയായി. മർക്കസിന്റെ കോംപ്ലക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞമ്മക്കത് വേണം എന്ന് പറഞ്ഞ് പരക്കം പാറ്റിൽ ഇപ്പൊ രാവിലെ ഒരു 100 ബ്രോക്കർമാരുണ്ടാവും അവിടെ. അതിന്റെ പരിസരത്തുള്ള മുഴുവൻ സ്ഥലത്തിനും വില കൂടി. ഏതായിരുന്നാലും നന്നായി, ജനങ്ങൾക്ക് വില കിട്ടിക്കോട്ടെ. അപ്പോ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു, 3 കൊല്ലായിട്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോ ബാലുശ്ശേരിയാന്ന് പറയും, താമരശ്ശേരിയാന്ന് പറയും, ഒന്നാമത്തേക്കാന്ന് പറയൂ, അതിന്റെ അടുത്താന്ന് പറയും, അതിന്റെ അടുത്തുനിന്നാ പറയും, ഒക്കെ അടുത്ത് തന്നെയാണല്ലോ. അങ്ങനെ ഇപ്പോൾ അത് പറയാനായ സമയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അതുപോലെ ഇൻഷാ അല്ലാഹ് പള്ളിയും അടുത്ത സമയം നിങ്ങൾക്ക് എവിടെയാണെന്ന് പറയാൻ ആകും. അതിന്റെ മുമ്പ് നിങ്ങൾ സ്ഥലം ചോദിക്കണ്ട. അതിന്റെ പാഴ്സുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കുറെ പാഴ്സുകളൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് അതിലൊന്നും ആർക്ക് സംശയമല്ല. മോമിനിയങ്ങൾക്ക് സംശയമില്ലാന്ന് അതല്ലേ ഞാൻ പറയുന്നത്. മോമിനിയങ്ങൾക്ക് സംശയമല്ല, ഇഖ്ലാസോടുകൂടി തരുന്നവർക്ക് സംശയമല്ല. അല്ലാത്തവരുടെ സംശയത്തെ നാം ഒരിക്കലും പരിഗണിക്കേണ്ടതുമില്ല, ഒരിക്കലും അത് ചെവിട്ടി കൊടുക്കാൻ പാടില്ല. അതങ്ങനെ ഒരു കൂട്ടരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഉറങ്ങാൻ പോകുമ്പോ അതില് നല്ലോണം അടിച്ചിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ കര എന്നിട്ട് പോകുന്ന അടിയെന്ന് ഒരു ഒച്ച ഇങ്ങനെ കേൾക്കൂ. ഒരു ചീമിടി നല്ലതായിട്ട് പറയുന്നത്. എന്താ സാധനം എനിക്കറിയില്ല. ഇവിടെ എന്താ പറയുക, പിഴുക്കാത്തുണ്ട്. അങ്ങനെ ഇവിടെ പറയാ. നമ്മളെ നാട്ടില് കോഴിക്കോട് ജില്ലന്റെ അവിടെ CBD പറയും, സാധനത്തിൽ തിരിയും. അതുകൊണ്ട് വേഗം അതിലാണ് നല്ലോണം അടച്ചിട്ട് നമ്മൾ ഉറങ്ങും. അത് ഇങ്ങനെ നമ്മൾ അത്തരം ഒച്ചകൾക്കൊന്നും യാതൊരു ശ്രദ്ധയും കൊടുക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഹായിക്കും. മൻ കാന മഅല്ലാഹി കാനല്ലാഹു മഅഹ്. ആരെങ്കിലും അള്ളാഹുവിന്റെ കൂടെയായാൽ അള്ളാഹു അവന്റെ കൂടെയാണ്. അഥവാ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാഹു അവനെ സഹായിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു കഴിവില്ല, ഒരക്ഷരം ശബ്ദിക്കാനുള്ള കഴിവില്ല, ഒരു മുക്കാലില്ല, ഒരു കാശില്ല, ഒന്നും നമ്മുടെ കയ്യിലില്ല. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടേതാണ്. മിനൽ ഇനായത്തി റുക്നൻ غير منهدم بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم ومن يكن برسول الله نصرته إن تلقه الرشد في أجرها تجري. അള്ളാഹുവിന്റെ ഹബീബിന്റെ സഹായം, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ അവിടുത്തെ കാരണം കൊണ്ട് വല്ല മനുഷ്യനും സഹായം ലഭിക്കുന്നുവെങ്കിൽ അവന്
അതിനെതിരിൽ ഏത് കരടി വന്നാലും സിംഹം വന്നാലും എന്തു ശക്തി വന്നാലും അത് ഫലിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി